മാർച്ച് 11 സുവിശേഷ വഴികളിലൂടെ ലൂക്ക 17:1-6. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ തിരുത്തുക എന്നത് സ്നേഹപൂർവകമായ കടമയാണ്. തിരുത്തൽ സ്വീകരിക്കാൻ പൊതുവെ ആരും സന്നദ്ധരല്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചാലോ മറ്റുള്ളവരിൽ നിന്നുള്ള ശത്രുതയും വിദ്വേഷവും അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്യും. തെറ്റ് സമ്മതിക്കാനോ തിരുത്തപ്പെടാനോ ഇഷ്ടപ്പെടാത്തവരാണ് നാം ഓരോരുത്തരും. മറ്റുള്ളവരെ വിധിക്കുന്നത് ദൈവനിയോഗമായി കരുതുന്നവരും നമ്മുടെ കൂടെയുണ്ട്. ദിവസത്തിൽ 7 വട്ടം പശ്ചാത്തപിച്ചാൽ 7 വട്ടം ക്ഷമിക്കണമെന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നു. ക്ഷമയ്ക്ക് അതിരു വയ്ക്കരുതെന്നർത്ഥം. ദ്രോഹമേറ്റവർ ക്ഷമിച്ചാലും തെറ്റ് ചെയ്തവന് പൊറുതി കിട്ടുന്നത് പശ്ചാത്തപിക്കുമ്പോഴാണ്. ദ്രോഹിക്കപ്പെട്ടവൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഉചിതമായി പരിഹാരം ചെയ്യുമ്പോൾ പൊറുതിയായി. ബന്ധങ്ങളുടെ പുനഃക്രമീകരണമാണ് ക്ഷമയും പൊറുതിയും കൊണ്ട് നടക്കുന്നത്. ദൈവമേ, ദ്രോഹിക്കുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള വരമേകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.